ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചോദിക്കുന്നതിന് അർത്ഥമില്ല. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു ഇങ്ങനെ ചോദിക്കരുതെന്ന്. കാരണം മാർക്കറ്റ് ഒരാഴ്ചയായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും, അതായത് ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചയും മാർക്കറ്റ് നഷ്ടത്തോടു കൂടി തന്നെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 95 പോയിൻ്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇടിവാണ് എന്ന് പറയുന്നത് ആണ് സത്യം. അതിപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും ഒക്കെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അവർ ഇന്നലെയും 2254 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. സോ FIS അതേസമയം നമ്മുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3961 കോടി രൂപയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. FISൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ FISൻ്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലുള്ള പൊസിഷൻ മാത്രമാണ് കുറച്ച് പോസിറ്റീവായിട്ടുള്ളത്. അതേസമയം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ അവരുടെ ഫിഗേഴ്സ് ഇപ്പോഴും നെഗറ്റീവ്, അതായത് മൈനസ് പൊസിഷനിൽ തന്നെയാണുള്ളത്. US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇന്നലെ വലിയ ഇടിവോടുകൂടി തന്നെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഡോ ജോൺസ് ആയാലും നാസ്ഡാക്ക് ആയാലും ഒക്കെ തന്നെ ഏകദേശം 1.5-2% അടുപ്പിച്ചുള്ള ഇടിവോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പേറോൾ ഡാറ്റ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ US റഷ്യക്കെതിരെ വീണ്ടും ഓയിൽ സാങ്ഷൻ വരുത്തുന്നു എന്നുള്ള വാർത്തയും നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോയി മാർക്കറ്റിനെ. അതേസമയം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും വമ്പിച്ച രീതിയിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ ദ സെൻസ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വൻ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡിൻ്റെ വില ഏകദേശം 3.5% വർധനവോടുകൂടിയാണ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡിന് ഏകദേശം $79.76 ക്രൂഡിന് $76.6 വന്നിരിക്കുന്നത് ക്ലോസിംഗ്. US ഇപ്പോൾ ജനുവരി 20 പുതിയ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വരുന്നത്. അപ്പം ബൈഡൻ്റെ അവസാനത്തെ ആഴ്ചയാണിത്. അപ്പോൾ ആ സമയങ്ങൾ റഷ്യക്കെതിരെയുള്ള ഓയിൽ സാങ്ഷൻ, അതായത് റഷ്യ, ഇറാൻ എന്നുള്ള രാജ്യങ്ങൾക്കെതിരെയുള്ള ഓയിൽ സാങ്ഷൻ വളരെ ശക്തമാക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് റോയിറ്റേഴ്സ് അടക്കമുള്ളവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ വീണ്ടും നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നുകൂടെ പറയാൻ. തിങ്കളാഴ്ചത്തേക്ക് ഏകദേശം നമ്മുടെ ട്രെൻഡും നെഗറ്റീവായിരിക്കാനുള്ള സാധ്യതയാണ് ഏറെയും കാണുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഏകദേശം 180 പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 23,329 ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സോ തിങ്കളാഴ്ച ഏകദേശം നമ്മുടെ സ്ഥിതിയിലും ചെറിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഉണ്ടായിരുന്നത് 23,300-നും 350-നും ഇടയിലുള്ള ഒരു സപ്പോർട്ട് സോണാണ് നമുക്കുള്ളത്. അപ്പം ഇപ്പോൾ നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് 23,431. ഇപ്പോൾ വെള്ളിയാഴ്ച ഒരവസരത്തിൽ 23,380-400 ഇടയിലേക്ക് നിഫ്റ്റി വരികയും ചെയ്തു. ഏതായാലും നിഫ്റ്റിക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 23,200-250 എന്ന് പറയുന്നതാണ്. ആ ഒരു സപ്പോർട്ട് സോൺ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി തീർച്ചയായിട്ടും വീണ്ടും ഒരു നെഗറ്റീവ് ഗ്രൂപ്പിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത. ഏതായാലും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിലും ഇനി പ്രധാനപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ വീക്കെൻഡിൽ വരികയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിക്കൊരു റിക്കവറിക്കുള്ള സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഓരോ റിക്കവറിയിലും സെല്ലിംഗ് പ്രഷർ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട സപ്പോർട്ടുകളൊക്കെ ഓരോ സ്റ്റേജിലായിട്ട് ബ്രേക്ക് ചെയ്ത് വരുമ്പോഴാണ് വീണ്ടും പുതിയ സപ്പോർട്ടുകൾ തേടി വരുന്നത്. അപ്പോൾ ഡാറ്റ വീണ്ടും മൈനസ് ആവുകയാണ്. നമ്മൾ ഇന്നലെയും 23,350-400 പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണെന്ന് പറഞ്ഞു. നിഫ്റ്റി ഇന്ന് അവിടെ ഏകദേശം ആ സോണിൽ വന്നതിന് ശേഷമാണ് ഒരു ബൗൺസിങ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഗ്ലോബൽ ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വീണ്ടും അത് നെഗറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതലായിട്ടും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് US നിന്നുള്ള വാർത്തകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് വരികയാണ്. കൂടുതൽ ഓയിൽ സാങ്ഷൻ വരും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ക്രൂഡിൻ്റെ ഫ്യൂച്ചറിൽ ഏകദേശം $3.5 വർധനവാണ് കാണിക്കുന്നത്. ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ക്രൂഡിങ് $79 മുകളിലേക്ക് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഈ പറയുന്ന അവിടെ അതിശൈത്യം മുറുകയാണ്. US അതുപോലെ തന്നെ യൂറോപ്പിൽ മുഴുവനായിട്ടും
കൂടുതൽ ശൈത്യം, അതായത് തണുപ്പ് കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരുടെ സീസണിൽ അവിടുത്തെ ഓയിൽ സ്റ്റോക്ക് ഏറ്റവും കുറവ് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള സാങ്ഷൻ കൂടുതൽ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും റഷ്യക്കും ഇറാനും എതിരെയൊക്കെയുള്ള സാങ്ഷൻ കടുപ്പമാക്കുന്നത് രാജ്യത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നുള്ള സ്ഥിതിഗതികൾ കൂടി ആൾക്കാർ വിലയിരുത്തുന്നുണ്ട്. അവർ പറയുന്നത്, US-ൻ്റെ ഈ ഒരു വെതർ ബ്യൂറോ പറയുന്നത് സെൻട്രൽ ഈസ്റ്റേൺ പാർട്ടിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള ടെമ്പറേച്ചർ കുറവ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. യൂറോപ്പിലും എക്സ്ട്രീം കോൾഡ് തന്നെയാണ് പറയുന്നത്, അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അത് കാണുന്നതുകൊണ്ട് തന്നെ ഇയർ ഓൺ ഇയറിൽ ഗ്ലോബൽ ഓയിൽ ഡിമാൻഡ്, പ്രത്യേകിച്ചും കെരോസിൻ, ഈ ഹീറ്റിംഗ് ഓയിലിൻ്റെയൊക്കെ ഡിമാൻഡ് വളരെയേറെ ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓയിൽ പ്രൈസ് ഇൻഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളാണ് JP Morgan അടക്കമുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൻ്റെ കമ്മോഡിറ്റി വിങ്ങിൻ്റെ ശക്തമായിട്ടുള്ള വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു സമയത്തിന് ജനുവരി 20 വരുന്ന പുതിയ പ്രസിഡൻറ്റിൻ്റെ സ്റ്റാൻഡ് വളരെ നിർണായകമാണ്. അദ്ദേഹം ഏത് തരത്തിലുള്ള നിലപാടുകളാണ് എടുക്കാൻ പോകുന്നത്. അതിന് പുറമെ ഈ പറയുന്ന താരിഫും കാനഡ, മെക്സിക്കോ, ചൈന പോലുള്ള രാജ്യങ്ങൾക്കെതിരെ എടുക്കാൻ പോകുന്ന താരിഫ് റേറ്റ് അടക്കമുള്ള നിലപാടുകൾ കൂടി US പ്രസിഡന്റ് എടുക്കുകയാണെങ്കിൽ അത് US-ലും സ്ഥിതിഗതികൾ വഷളാക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഈ പറയുന്ന മോർഗൻ സ്റ്റാൻലിയുടെയും അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലിയുടെ JP Morganൻ്റെയും കമ്മോഡിറ്റി വിങ് വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിട്ടും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മുടെ റെക്കോർഡ് ലോയിലാണ് ഇന്ത്യ റുപ്പി ഡോളർ ഇക്വേഷൻ നിൽക്കുന്നത്. $86 അടുത്ത് നിൽക്കുന്നു ഒരു ഡോളറിന്. നമ്മളെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരുന്ന സമയത്ത് നമ്മൾ അത്രയും പൈസ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നു. സോ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലുള്ള ഇൻഫ്ലേഷൻ കാര്യങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യത കൂടും. നമുക്ക് ആവശ്യമുള്ള 80% ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കറൻസി വീക്കായി നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് ഏറ്റവും മോശമായിട്ട് രീതിയിലുള്ള എഫക്റ്റാണ് എക്കോണമിയിൽ ഉണ്ടാവുക. അത് നമ്മുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയും ഓയിൽ റിഫൈനറികളെയും ഒക്കെ തന്നെ ബാധിക്കും. അത് ഇൻഡയറക്റ്റ്ലി ഇവിടെയുള്ള എക്കോണമിയിലുള്ള പിൻ ടു പ്ലെയിൻ സാധനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിലക്കയറ്റം അത് സ്വാഭാവികമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഓയിൽ പ്രൊഡക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ഉപരോധവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മുടെ റുപ്പി ഡോളർ ഇക്വേഷൻ ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഓവറോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വീണ്ടും സ്പ്രെഡ് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള രണ്ട് ട്രിഗർ ഇപ്പോൾ ഉള്ളത് ഒന്ന് ട്രംപ് തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുന്നത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ. അതല്ല ഞാൻ പറഞ്ഞത്. ട്രംപിൻ്റെ നിലപാടുകൾ വളരെ നിർണായകമാണ് ഈ ഒരു അവസരത്തിൽ. അതുപോലെ നമുക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വാല്യുവേഷൻ വളരെ ഹൈ ആയിരുന്നു. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിലൊക്കെ തന്നെ. ലാർജ് ക്യാപ്പ് ഒരു പരിധി വരെ കറക്ഷൻ വന്നു കഴിഞ്ഞു. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വളരെ ഫാൻസീഡ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ വളരെ ഫാൻസീഡ് ആയിട്ടുള്ള കൗണ്ടേഴ്സിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അത് ഒരു പരിധി വരെ നമുക്കിപ്പോൾ SIP ഫിഗർ ഇത്രയും സ്ട്രോങ് ആയ സ്ഥിതിക്ക് മന്ത്ലി നമുക്കൊരു നല്ലൊരു എമൗണ്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള ഒരു ത്രെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FIIs വിറ്റ് ഇന്ത്യ വിട്ട് പോകുന്നു. അപ്പോൾ അവർ വിൽക്കുന്ന ലിക്വിഡിറ്റി ഒക്കെ തന്നെ സക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. ഇനി ഇവർ FIIs വിറ്റൊഴിവാകുന്നു, അവരുടെ രാജ്യത്തേക്ക് പോകുന്നു. അവരുടെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റിട്ടേൺ ആയിട്ട് 5% മുകളിൽ അവിടെ കിട്ടുന്നു. നെറ്റ് ക്യാഷ്, അതായത് ടാക്സ് ഒഴികെ അവർക്ക് 6-7-8% റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ അവരെന്തിന് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും ഓവർ വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്തു നിന്നും കറക്റ്റാണ്. കാരണം അവർക്ക് അത്രയും റിസ്ക് ഫ്രീ റിട്ടേൺ അവരുടെ രാജ്യത്ത് കിട്ടുമ്പോൾ അവർ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു എക്സ്പെൻസീവ് ഫാൻസീഡ് ആയിട്ടുള്ള വാല്യുവേഷൻ മാർക്കറ്റിൽ അവരൊരിക്കലും ഫണ്ട് കീപ്പ് ചെയ്യില്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇനി ഈ ഇത്രയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിക്കൂട്ടിയ ഈ സാധനം ഇനി ആർക്ക് വിൽക്കുമെന്നുള്ളതാണ്. അവർ തിരിച്ചു വന്നില്ല എങ്കിൽ ഇത് ആർക്ക് വിൽക്കും? അത് റീറ്റെയിലേഴ്സ് സക്ക് ചെയ്തെടുക്കേണ്ട ഒരു മെയിൻ ലിക്വിഡിറ്റി. അപ്പോൾ ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ആര് വാങ്ങും എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. അപ്പോൾ FIIs ഒന്നിൽ തിരിച്ചു വരണം ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ വാങ്ങി വെക്കുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പിന്നെ ഇത് വിൽക്കാനുള്ളത് റീറ്റെയിലേഴ്സിനാണ്. റീറ്റെയിലേഴ്സ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് റീറ്റെയിലേഴ്സ് ആക്റ്റീവ് അല്ല എന്ന് വേണം പറയാം. നമ്മൾ അടക്കമുള്ള എൻ്റെ വീഡിയോ കേൾക്കുന്ന അധികം ആളും നോക്കാം എത്ര ആൾ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് കാശ് കഴിഞ്ഞ 2 ആഴ്ചയിലടക്കം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് പോകുന്നു, നമ്മൾ പോർട്ട്ഫോളിയോ നോക്കി നിൽക്കുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നെഗറ്റീവ് വരുന്നത് നോക്കി നിൽക്കുന്നത് മാത്രമല്ലാതെ പുതിയ പൊസിഷൻ എടുക്കുന്ന ആർക്കും തന്നെ ധൈര്യമില്ല. അപ്പം FIIസിൻ്റെ ഭാഗത്ത് നിന്ന് ഹെവി സെല്ലിംഗ് വരുന്നു, DIS മാത്രമാണ് വാങ്ങുന്നത്, റീറ്റെയിലേഴ്സ് ആക്റ്റീവ് അല്ല. അപ്പോൾ വൺ സൈഡ് ഫ്ലോ നല്ല രീതിയിൽ സപ്ലൈ വരുന്നു, പ്രൈസിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ വരുന്നു. അപ്പോൾ ഇനി ഇത് തിരിച്ച് വരണമെങ്കിൽ ഒന്നുകിൽ FIIs തിരിച്ച് വരണം, അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ബൈങ് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് വരണം. അതിൻ്റെ കോൺഫിഡൻസ് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇനിയുള്ള ഏറ്റവും വലിയ വെപ്പൺ ബഡ്ജറ്റാണ്. സോ ഈ ഒരു ബഡ്ജറ്റിൽ വളരെ നല്ല പ്രഖ്യാപനങ്ങൾ ആണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങളുടെ അടുത്ത് കാശ് എത്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് മാക്സിമം എക്കോണമിയിലേക്ക് പണം എത്തിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ചെയ്യാറുള്ളത്. അതിന് വേണ്ടുന്ന പലതരത്തിലുള്ള മെഷേഴ്സാണ് മാർക്കറ്റ് ഈ ബജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അടുത്തൊരു മേജർ ട്രിഗറായിട്ട് നമുക്കുള്ള ഏർണിങ്സും അതുപോലെ തന്നെ ഈ പറയുന്ന Q3 റിസൾട്ട് സീസണും അതുപോലെ ബജറ്റും നമ്മൾ മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ കാണുന്നത്. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണം വരുന്നത്. ഇതൊക്കെ ഇടകലർന്നതാണ് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ജനുവരി 10-ന് ശേഷം 15-ന് ശേഷമുള്ള അങ്ങോട്ടുള്ള 2 ആഴ്ചത്തെ മാർക്കറ്റ് വളരെ നിർണായകമാണ്. ആ സമയങ്ങളിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന പല ഊഹാപോഹങ്ങൾ, ഒന്ന് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് 15 ലക്ഷം വരെ ടാക്സ് ഫ്രീ ആക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ. അതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള നയങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ടാക്സ് ലിമിറ്റ് കൂട്ടിവെക്കുന്ന സമയത്ത് അത്രയും ജനങ്ങളടുത്ത് കാശ് വരുന്നു, അത് സ്പെൻഡ് ചെയ്യുന്നു. ആ സ്പെൻഡിങ് വരുന്നതിൻ്റെ ഇഫക്റ്റാണ് ഇപ്പോൾ ലാസ്റ്റ് 1 വീക്കായിട്ട് നമുക്ക് FMCG സെഗ്മെൻറ്റിൽ മാത്രം ഒരു അപ്സൈഡ് കാണുന്നത്. കാരണം ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ഗവൺമെൻറ് ഒരു ലിബറൽ ബഡ്ജറ്റ് വരികയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ കയ്യിൽ കാശ് വരും, അവരുടെ ടാക്സ് ലിമിറ്റ് കൂട്ടുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കാശ് വരും. ആ ഡിസ്പോസിബിൾ ഇൻകം അവർ എക്കോണമിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് FMCG പോലുള്ള കൗണ്ടറുകളിൽ നല്ല രീതിയിലുള്ള ബൈയിങ് വരും എന്നുള്ള. അല്ലാതെ ഡാബർ അടക്കമുള്ള കമ്പനികൾ അല്ലെങ്കിൽ മാരിക്കോ എക്സെപ്ഷണൽ കേസാണ്. ഡാബർ പറഞ്ഞതും ഞങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ Q3 മോശമാണെന്നുള്ളതാണ്. ബ്രിട്ടാനിയുടെ മോശം കമൻട്രിയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് കൂടി FMCGയിൽ ബൈയിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കുന്നത് ഒരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്തുള്ള ബൈയാണ്. അതുപോലെ എല്ലാ സെഗ്മെൻറ്റിലും ഇപ്പം ബാങ്കിങ് കുറച്ചൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ഗ്രോത്തിൻ്റെ ഇഷ്യൂണ്ട്, ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് റേസ് ചെയ്തതിനുള്ള കൺസേൺ ഉണ്ട്. ഗവൺമെൻറ് കയ്യിൽ ഇപ്പോൾ ബിസിനസ്സുകാർക്ക് പണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്ത് മാക്സിമം പണം എത്തിക്കുക, ബിസിനസ് ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൂട്ടുക, അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർക്ക് ഈ ബഡ്ജറ്റിൽ എക്സ്പെക്റ്റേഷനായിട്ടുള്ളത്. അത് മീറ്റ് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റിൽ വീണ്ടും ഒരു പ്രീ ബഡ്ജറ്റഡ് റാലി എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ബഡ്ജറ്റിനോടനുബന്ധിച്ച് സാധാരണ എല്ലാ വർഷവും ഒരു പ്രീ ബഡ്ജറ്റ് റാലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് അത് നെഗറ്റീവ് സോണിലേക്കാണ് വരുന്നത്, പ്രത്യേകിച്ചും FIIസും സെല്ലിംഗ് സോണിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു എഫക്റ്റാണത്. അപ്പോൾ ഇനി അങ്ങോട്ടൊരു 15 ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ, നല്ല നല്ല ഏർണിങ്സ് പ്രഖ്യാപിക്കുന്ന കമ്പനികൾ സ്വാഭാവികമായിട്ടും ലൈം ലൈറ്റിൽ വരും. അതുപോലെ ബജറ്റിൽ ഉണ്ടാകുന്ന പല സെക്ടർ വൈസ് അലോക്കേഷനും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിക്കും. അതിനിടയിൽ വന്നാണ് 2 ദിവസം മുമ്പേ ഷിപ്പിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. ഷിപ്പിംഗ് സെക്ടറിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് വരുമെന്നുള്ളതാണ്. അപ്പം ഷിപ്പ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കും. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെക്ടറാണ് ഈ ഷിപ്പ് ബിൽഡിങ്ങും ഷിപ്പ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സാഗർമാല പ്രൊജക്റ്റ്, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റ് ഗവൺമെൻറ് കയ്യിലുണ്ട്. അതൊക്കെ പൊടിതട്ടിയെടുത്ത് ഈ ഒരു ബഡ്ജറ്റിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഭാഗങ്ങളുള്ള പ്രധാനപ്പെട്ട സിറ്റികളുടെ സൈഡിലൊക്കെ തന്നെ കോസ്റ്റൽ ഏരിയ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഴിഞ്ഞം അടക്കമുള്ള മദർ പോർട്ടുകൾ ഇപ്പം ഗംഗാപുരം വരുന്നു. അപ്പോൾ നല്ല നല്ല മദർ പോർട്ടുകളൊക്കെ ഒരുക്കിക്കൊണ്ട് ഷിപ്പിങ്ങിൻ്റെ അനന്ത സാധ്യതകൾ മുതലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ബഡ്ജറ്റിലുണ്ടാകാം. അപ്പോൾ ഷിപ്പിംഗ് കമ്പനികൾ ഫോക്കസിലേക്ക് വരാൻ സാധ്യത. ഇപ്പം കഴിഞ്ഞ പല ബഡ്ജറ്റുകളിലും പല ഫോക്കസ് ആയിരുന്നു. ഒന്ന് റെയിൽ, റോഡ്, അങ്ങനെ ആത്മനിർഭർ ഭാരത്, ഡിഫൻസ്, അങ്ങനെ പല തീമുകളിലായിട്ട് ഗവൺമെൻറ് ഫോക്കസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഷിപ്പിംഗ് സെക്ടറിലേക്ക് ഫോക്കസ് എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പോൾ ഷിപ്പ് ബിൽഡിങ്, മസ്ദ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, GE ഷിപ്പിംഗ്, അങ്ങനെയുള്ള പല കമ്പനികളും നമുക്കുണ്ട്. ഈ ഒരു ഷിപ്പിംഗ് സെക്ടർ വളരെ നെഗ്ലക്റ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു.
ഈ ഒരു സമയത്ത് ഫോക്കസിലേക്ക് വന്നേക്കാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ, അങ്ങനെ പല ഭാഗങ്ങളിലും ഫോക്കസിങ് വരാം. അതിനൊക്കെ അനുബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നമുക്ക് ഈ വർഷങ്ങളിൽ ഈ ആഴ്ചകളിൽ വന്നേക്കാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് കൺസേൺ ആണ്, അതേസമയം നമ്മൾ വളരെ കോൺഷ്യസുമാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇനി ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. സോ ഇതൊരു പേടിപ്പെടുത്താനുള്ളൊരു വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് വീക്ക്ലി ക്ലോസിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റും അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഈ അർദ്ധരാത്രി നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചു. അതിൻ്റെ പേരിലുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ പല വിധത്തിലുള്ള അനാലിസിസുകളും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. പല കമ്പനികളും ബിസിനസ് അപ്ഡേറ്റ്സുകൾ നടത്തുന്നുണ്ട്. Q3 ബന്ധപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതും വളരെ നല്ലതാണ്. നല്ല കമ്പനികൾ നല്ല രീതിയിലുള്ള ബിസിനസ് അപ്ഡേറ്റ്സ് നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചു. സെൻകോ ഗോൾഡിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റ്സ് എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്. അതേസമയം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത ഇന്നത്തെ പത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെബി കൂടുതൽ നിയന്ത്രണങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊസീജിയറും രജിസ്ട്രേഷനൊക്കെ ലഘൂകരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ, അതായത് ഒരു കമ്പനിയിൽ തന്നെ 25,000-ൽ കൂടുതൽ ഷെയർസുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് കാണിക്കണം എന്നുള്ള നിയമം കൂടി ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു ഡിസ്ക്ലോഷർ നിയമം 25,000-ൽ നിന്നും 50,000 ആക്കാൻ വേണ്ടിയിട്ട്, അതായത് 50,000-ന് മുകളിൽ മാത്രമേ 50,000 ആക്കി ഉയർത്താനുള്ള തീരുമാനം കൂടി ഗവൺമെൻറ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് മുകളിൽ സെബിയുടെ ഒരു കൺസൾട്ടേഷൻ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജനുവരി 30 വരെ അതിന് അഭിപ്രായം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചെറിയ തരത്തിലെങ്കിലും ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള ചില മെഷേഴ്സ് കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒരു വീക്കെൻഡ് തോട്ടായിട്ട് എടുത്താൽ മതി. ഇതൊരു വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വീക്ക്ലി വീണ്ടും റൗണ്ടപ്സും കാര്യങ്ങളൊക്കെ തന്നെ വേറെ വരും. ഏതായാലും ഈ ഒരാഴ്ച, അടുത്ത ആഴ്ച ഒരു 15 ദിവസത്തേക്ക് മാർക്കറ്റ് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വന്നേക്കാം. പ്രത്യേകിച്ചും റിസൾട്ടിൻ്റെ ബേസിൽ ഇന്ന് അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാവും എന്നുള്ളത്. അടുത്ത ആഴ്ച ഒരുപാട് HCL ടെക്, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ IT അടക്കമുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. സോ റിസൾട്ട് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള, വാല്യൂഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഈ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ US 20th നടക്കുന്ന പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ്. വളരെ വൊളറ്റൈൽ ആവാനുള്ള സാധ്യതയും കൂടി മാർക്കറ്റിലുണ്ട്. ഏതായാലും തിങ്കളാഴ്ചത്തെ ട്രെൻഡ് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണുള്ളത്. വീക്ക്ലി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. സോ എനിവേ ഒരു വീക്കെൻഡ് തോട്ട് മാത്രമാണ്. നിങ്ങളെന്നെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കും മറ്റുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.